അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 151. വിശദാംശങ്ങളുമായുണ്ട് ശ്രീജിത്ത്. ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്, വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. നിയമസഭയിൽ ഇന്നിപ്പോൾ അതിന്റെ സൂചനയാണ് നമ്മൾ കണ്ടത്. മുൻപൊരു ഘട്ടത്തിൽ ഈ വിഷയം അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അത് പ്രതിപക്ഷം ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്നത് കോടതിയിലാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുകയും അനുമതി നിഷേധിക്കുകയുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഈ വിഷയം വലിയ വിഷയമായി മാറുന്നു, അത് പ്രതിസന്ധിയിലേക്ക് മാറ്റുന്നു സർക്കാരിനെ എന്നൊക്കെയുള്ള ഘട്ടത്തിലാണ് പ്രതിപക്ഷം അത് വീണ്ടും ഏറ്റെടുക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നതിന്റെ സൂചന തന്നെയല്ലേ ഇത്? അനുജ, രാവിലെ ചേർന്ന UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണപ്പാളി വിവാദം ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അനുജ സൂചിപ്പിച്ച പോലെ നേരത്തെ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് റൂൾ 50 പ്രകാരം പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഈ കാര്യം പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു ചെയർ എടുത്ത നിലപാട്. അന്ന് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ അത് നിരാകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം തന്ത്രം മാറ്റിയത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭ സമീപിക്കുക എന്ന നിലയിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ അത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയപ്പോൾ 4 കിലോയിലപ്പുറത്തേക്ക് സ്വർണം നഷ്ടപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരമില്ല എന്ന പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ആശങ്കയാക്കുന്ന വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടിലേക്ക് പോകണമെന്നായിരുന്നു UDFന്റെ പാർലമെന്ററി പാർട്ടി രാവിലെ 8:30 ചേർന്ന് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശൂന്യവേളയുടെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചതാണ്. അത് സഭാതലത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം പിന്നോട്ടില്ല. 9-ാം തീയതി പ്രതിപക്ഷത്തിന്റെ സമരസംഗമം പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ദിവസങ്ങൾ വരെ, ആ കാലം വരെയുള്ള ഈ വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വൈകുന്നേരം 3 മണിക്ക് ചേരുന്നുണ്ട്. ഈ രാഷ്ട്രീയ സമിതി യോഗത്തിലും സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ച എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കും, തീരുമാനങ്ങൾ ഉണ്ടാകും. അനുജ, ശ്രീജിത്ത്, ഇതിനിപ്പോൾ അല്പസമയത്തിനകം നിയമസഭ പുനരാരംഭിക്കുമല്ലേ, സഭാ നടപടികൾ. അപ്പോൾ എന്താകും പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അനുജ, ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും സഭ നിർത്തിവെച്ചിരിക്കുകയും ചെയ്യുകയാണ്. സാധാരണ സഭയിൽ പ്രതിപക്ഷ ബഹളം മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഹളം മൂലം സഭ നിർത്തിവെച്ചാൽ പിന്നീട് കക്ഷി നേതാക്കളുമായി സ്പീക്കർ സംസാരിക്കുന്ന പതിവുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ധി സംഭാഷണം ഇനി നടക്കാൻ പോകുന്നു. അങ്ങനെ പ്രതിപക്ഷ അടക്കമുള്ള കക്ഷി നേതാക്കളുമായി സ്പീക്കർ സംസാരിച്ച ശേഷമായിരിക്കും സഭ ഇനി എപ്പോൾ പുനരാരംഭിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. കക്ഷി നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇത് സ്വർണ്ണപ്പാളി വിവാദത്തിലുള്ള ചർച്ച തന്നെയായിരിക്കും. ആ വിഷയം ഉന്നയിക്കാൻ അവസരം നൽകണം, മന്ത്രി മറുപടി പറയണം എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഭരണപക്ഷം വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും സഭ ചേരുമ്പോൾ സഭ സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ ഒരു മറുപടിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ല. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തൽക്കാലം മറുപടി പറയാതെ മാറി നിൽക്കാനാണ് സർക്കാർ സാധ്യത. ഇന്ന് ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉയർന്നു വന്നത് തന്നെ ഒരു കീഴ്വഴക്കത്തിന്റെ ലംഘനമാണ് എന്ന കാര്യവും ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കും. കാരണം ചോദ്യോത്തരവേളയിലല്ല ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത്, മറിച്ച് ശൂന്യവേളയിലാണ്. അങ്ങനെ ശൂന്യവേളയിൽ സബ്മിഷനായോ റൂൾ 50 പ്രകാരമുള്ള നോട്ടീസായോ വന്നാൽ തന്നെ അത് പരിഗണനയ്ക്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യത്തിൽ ഈ പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്നത് തെറ്റായ സമീപനമാണ് എന്ന കാര്യമായിരിക്കും ഭരണപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടും, പക്ഷേ അന്നത് നിഷേധിക്കുകയായിരുന്നു സ്പീക്കർ. ഇനിയും എന്താണ് ഇത്തരത്തിലേക്കൊക്കെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? പക്ഷേ കോടതി ഇതിൽ കൂടുതൽ കടുപ്പിച്ച നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കറുടെ നിലപാടിന് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
അനുജ, റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന് നോട്ടീസിന് ഇനി സാധ്യതയില്ല. കാരണം അത് രാവിലെ നൽകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ശൂന്യവേളയുടെ തുടക്കത്തിൽ റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് പരിഗണിക്കാൻ ഇടയുള്ളൂ. എന്നാൽ മറ്റു രീതിയിൽ ഈ സഭയിൽ ഈ കാര്യം സ്വർണ്ണപ്പാളി വിവാദം മെൻഷൻ ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കുകയും അതിന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മറുപടിയും പറയുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു നിർദ്ദേശത്തോട് മാത്രമേ പ്രതിപക്ഷം യോജിക്കാനിടയുള്ളൂ. കാരണം സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അവസരമായി തന്നെ പ്രതിപക്ഷം ഇതിനെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഈ പ്രതിപക്ഷ നിലയിൽ അതിന് കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഈ സർക്കാർ ഇന്ന് നിലപാടെടുക്കും, മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ തന്നെ ഇനി അറിയാനുണ്ട്. എന്തായാലും കക്ഷി നേതാക്കളുമായുള്ള സ്പീക്കറുടെ ചർച്ചയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കും സഭ പുനരാരംഭിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ സഭ പുനരാരംഭിക്കുമ്പോൾ അതിന്റെ ഭാവി എങ്ങനെയാകുമെന്ന കാര്യം നമുക്കറിയാൻ കഴിയും. അതാണ് ഇന്ന് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സഭ ചേർന്ന ഉടൻ തന്നെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. അപ്പോൾ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുത് എന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചു. എന്നാൽ അത് പരിഗണിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. തുടർന്ന് ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് തൽക്കാലത്തേക്ക് സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് സ്പീക്കർ. ഇനി എന്താകും തുടർ നടപടികൾ, തുടർ നീക്കങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് അറിയാനിരിക്കുന്നത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് പ്രതിപക്ഷം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള തീരുമാനം നേരത്തെ UDF കൈക്കൊണ്ടിരുന്നു. ആ തരത്തിലേക്കാണ് അവർ ഇന്ന് ഈ വിഷയത്തെ സമീപിച്ചത്. സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം. ഈ വിഷയം ഉന്നയിക്കാൻ തങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ഒടുവിൽ ചോദ്യോത്തരവേള റദ്ദ് ചെയ്ത് തൽക്കാലത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു സ്പീക്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.